ഷിമോൻ വർഗീസ്, ഇവിടെ ശ്രീ മോഹൻപിള്ള പറയുന്ന പോലെ എന്തിനാണ് അമേരിക്ക ആ സമയത്ത് ഇടപെട്ടത്, അതിൻ്റെ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതിനപ്പുറം ഈ ഫോർദോ ആക്രമണം ഒരു സ്റ്റേജ്ഡ് ടോക്കൺ അറ്റാക്ക് ആണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ പറയുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. ആ ആക്രമണത്തിന് മുൻപ് അമേരിക്കൻ ഇറാൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു, ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. ആക്രമണത്തിന് മുൻപ് ഫോർദോയിലേക്ക് ഒരു 16 വൻ ട്രക്കുകൾ വന്ന് സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അവിടുന്ന് എല്ലാം മാറ്റാനുള്ള സാവകാശം ഇറാന് കൊടുത്തു. ഒഴിഞ്ഞ ഫോർദോ ആക്രമിച്ചു. അത് കഴിഞ്ഞ് വ്യോമത്താവളങ്ങൾ ആക്രമിക്കാൻ പോകുന്ന കാര്യം ഇറാൻ ഖത്തറിനെ അറിയിക്കുന്നു. എയർ സ്പേസ് അടയ്ക്കുന്നു ഖത്തർ, അസറ്റുകൾ അവിടുന്ന് മാറ്റുന്നു, താവളം ആക്രമിക്കുന്നു. മൊത്തത്തിലൊരു മാച്ച് ഫിക്സിംഗ് ഫീൽ തോന്നുന്നുണ്ടോ ശ്രീ മോഹൻ വർഗീസ്? അതേ വാക്ക് തന്നെയാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത്, മാച്ച് ഫിക്സിംഗ്. ഇത് അമേരിക്കയുടെ ഒരു ഗ്രാൻഡ് തന്ത്രത്തിന്റെ ഭാഗമാണ്. അത് ഇറാൻ കൂടി അതിനോടൊപ്പം നിന്ന് കൊടുത്തു. ഇസ്രയേലിനും അതേക്കുറിച്ച് അറിവുണ്ടായിരുന്നു തന്നെയാണ്. യഥാർത്ഥത്തിൽ അമേരിക്ക ഒരിക്കലും ഇസ്രയേലുമായുള്ള ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടുത്തിയിട്ടില്ലായിരുന്നു എന്നതാണ് സത്യം. ആ ചർച്ചകളൊക്കെ, ആണവ ചർച്ചകളൊക്കെ 5 റൗണ്ട് ചർച്ചകൾക്ക് ശേഷം പിന്നീട് ചർച്ചകൾ ഉണ്ടായില്ല ഔപചാരികമായ ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ എന്നത് ശരിയാണ്. പക്ഷേ അനൗപചാരികമായി ഈ ആക്രമണ സമയത്ത് ഉടനീളം ഇറാന്റെ ടോപ്പ് ലീഡർഷിപ്പുമായി ഒരുപക്ഷെ അമേരിക്ക ചർച്ച ചെയ്യുന്നുണ്ടാവും. ഒന്നുകിൽ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ, അല്ല എങ്കിൽ നേരിട്ട്. തീർച്ചയായും ഖത്തറിന്റെ പ്രധാനമന്ത്രി അൽഥാനി ഒരു കൃത്യമായ ഒരു റോള് വഹിച്ചു എന്ന് കാണാം. എന്തുകൊണ്ട് അമേരിക്കൻ ബേസിനെതിരെ ആക്രമണം ഖത്തറിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ, മറ്റേത് ഗൾഫ് രാജ്യത്തേക്ക്, സൗദി ഉൾപ്പെടെയുള്ള UAE ഉൾപ്പെടെയുള്ള രാജ്യത്തേക്ക് വന്നാലും അത് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും. ഖത്തർ എങ്ങനെയും വഴങ്ങുന്ന രാജ്യമാണ് അമേരിക്കൻ സ്കീം ഓഫ് തിങ്സിനോടൊപ്പവും, അതേപോലെ തന്നെ ഇസ്രായേലി ആൻഡ് ഇറാനിയൻ സ്കീം ഓഫ് തിങ്സിനോടൊപ്പം എല്ലാം ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവരുടെയും ഗുഡ് ബുക്സിൽ എൻട്രി ലഭിച്ച ഒരൊറ്റ രാജ്യം മാത്രമേ ഉള്ളൂ ഗൾഫ് മേഖലയിൽ. അതിൻ്റെ പേരാണ് ഖത്തർ. അതുകൊണ്ടാണ് ഖത്തർ എല്ലാം അറിഞ്ഞിരുന്നു എന്ന് വേണം കരുതാൻ. ആത്യന്തികമായി തങ്ങളുടെ റോള് അവർ വഹിക്കേണ്ടി വരും. തങ്ങൾക്കെതിരെ ഒരു ആക്രമണം വരും എന്ന് ഖത്തർ അറിഞ്ഞിരുന്നു. അതെല്ലാം തന്നെ ഇറാന് ഖത്തറിന് നേരെ മിസൈലുകൾ അയച്ചേ മതിയാവൂ. കാരണം ഖത്തറിനെ അല്ല ആക്രമിച്ചത് എന്നത് പിന്നീട് ഒരു സ്ഥിരീകരണത്തിലും ഇറാൻ വിശദീകരിച്ചു. അത് ലോകത്ത് ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് സംഭവിച്ചിരിക്കുന്നത് ഇറാൻ ഇസ്രായേലിൻ്റെ ചില ലക്ഷ്യങ്ങൾ, ശ്രീ ഹാഷ്മി, ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അത് ജെനുവിൻ സെക്യൂരിറ്റി ത്രെട്ട് തന്നെയാണ്. അത് ഒരു രാജ്യത്തിന്റെ അസ്തിത്വം തന്നെ നഷ്ടപ്പെടും എന്ന തോന്നൽ അത് ഇസ്രായേലിന്റെ തോന്നലാണ്. അതോടൊപ്പം അമേരിക്കയ്ക്ക് നിന്നേ പറ്റൂ, അതവർ നിന്നു എന്ന് കാണിക്കാൻ വേണ്ടി കൃത്യമായ ആക്രമണം ഇറാനിൽ നടത്തി. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പുറമെ ഫോർദോ നിലയത്തിലും മറ്റ് 2 നെഥാൻസ് നിലയത്തിലും അതേപോലെ തന്നെ ഇസ്ഫഹാനിലും അമേരിക്കൻ ബോംബറുകൾ, B-2 ബോംബറുകൾ, കൃത്യമായ ബങ്കബസ്റ്റർ ബോംബറുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി. അത് ക്രെഡിബിൾ ഇൻഫർമേഷനാണ്. അതേസമയം ആ ക്രെഡിബിൾ ഇൻഫർമേഷൻ നിലനിൽക്കെ തന്നെ ഇത് സ്റ്റേജ് മാനേജ്ഡ് ആയിരുന്നു. ഹാഷ്മിയുടെ അഭിപ്രായത്തിൽ മാച്ച് ഫിക്സിംഗ് എന്നതുപോലെ അത് ക്രെഡിബിൾ ആയിരുന്നു എന്ന് പറയാനുള്ള കാരണം, അതിനുള്ളിൽ തന്നെ ചർച്ച നടത്തിയിരുന്നു. ഇറാനെ ഞങ്ങൾ ആക്രമിക്കും, നിങ്ങൾക്ക് ഫിസൈൽ മെറ്റീരിയൽ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ കൃത്യമായി ട്രക്ക് ലോഡുകൾ മാറ്റപ്പെട്ടു. അതുകൊണ്ട് ഇറാന്റെ കൈവശം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇപ്പോഴും സുരക്ഷിതമാണ്. അതിനർത്ഥം എന്താണ്? ഇറാൻ റിമെയിൻസ് ടു ബി എ ത്രെറ്റ്. പക്ഷേ അവർക്ക് അതിനുള്ള സംവിധാനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആണവ നിലയങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ സെൻട്രിഫ്യൂജുകൾക്ക് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. അതുൾപ്പെടെ മാറ്റാൻ സാധിച്ചോ? അതെല്ലാം അത്ര ക്ഷിപ്രസാധ്യമായ കാര്യമാണോ? ക്യാമറ കണ്ണുകൾ വെട്ടിച്ച് എവിടം വരെ പോകും? ഒരിടത്തും പോവില്ല. അമേരിക്കയുടെ ചാരക്കണ്ണുകളും ഇസ്രായേലിന്റെ ചാരക്കണ്ണുകളും ഇതെങ്ങോട്ടാണ് മാറ്റുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ ഉണ്ടാവും. പക്ഷേ കുറച്ച് കാലത്തേക്കെങ്കിലും ഇറാൻ സമ്പുഷ്ടീകരണം നിർത്തിവെക്കേണ്ടി വരും. അല്ല എങ്കിൽ ഈ സ്ട്രൈക്സിന്റെ കാരണത്താൽ ഏതാനും വർഷത്തേക്ക്, 1-2 വർഷത്തേക്ക് സമ്പുഷ്ടീകരണം നിർത്തിവെക്കുകയും അത് മതിയാകും. ഇസ്രായേലിനൊരു ബ്രീതിങ് സ്പേസ് ആണ്. പിന്നെ തുടർച്ചയായ ചർച്ചകൾക്കുള്ള അന്തരീക്ഷമാണ് അവിടെ സംജാതമാകുന്നത്. അതാണ് ഇതിന്റെ ടേക്ക് അവേ എന്ന് പറയുന്നത്. അതേ സമയത്ത് തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ മേൽ ഇറാന്റെ ആണവ പദ്ധതിയുടെ ത്രെട്ട് നിലനിൽക്കും. ഒരു ആക്രമണം ഇറാൻ ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്തിനെതിരെ ചെയ്തേ മതിയാവൂ. അത് കൃത്യമായ ഒരു കോ പ്ലെയർ എന്ന് പറയാം, ഒരു ഒത്തുകളിക്ക് നിന്നുകൊടുക്കുന്ന രാജ്യം എന്ന നിലയിൽ ഖത്തറിന്റെ അമേരിക്കൻ എയർ ബേസിനെതിരെ ആക്രമണം നടന്നിരിക്കുന്നു. അതിനർത്ഥം എന്താണ്? മറ്റെല്ലാ രാജ്യങ്ങളും ഭയപ്പാടിലാകും സ്വാഭാവികമായി. അതുകൊണ്ട് അമേരിക്കൻ സൈന്യത്തിന് തുടർന്നും മധ്യപൗരസ്ത്യ പ്രദേശത്തെ നിൽക്കാൻ സാധിക്കും എന്ന സൂചനയാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് അമേരിക്കൻ താവളങ്ങൾ നിലനിൽക്കും, കൂടുതൽ സൈനികരവിടെത്തും, കൂടുതൽ വിമാനവാഹിനി കപ്പലുകളെത്തും, കൂടുതൽ ആയുധ വ്യാപാരം നടക്കും. അമേരിക്കയുടെ ഈ പറഞ്ഞ സൈനിക കച്ചവട താല്പര്യങ്ങൾ കുറച്ചുകൂടി സാക്ഷാത്കരിക്കപ്പെടുമെന്നുള്ളതാണ്. പണം വരുകയും ചെയ്യും അമേരിക്ക. താങ്കൾ പറയുന്ന ഒരു തിയറിയാണ്.